പുത്തൻ പ്രതീക്ഷകളുമായി നമ്മൾ പുതിയൊരു വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ പുതുവർഷത്തിൽ നമ്മളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായുള്ളത് മലയാളത്തിൽ ഇന്നുള്ളതിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഗായകന്മാരിൽ ഒരാളായ നജീം അർഷാദും നജീം അർഷാദിന്റെ പ്രിയപ്പെട്ട കിക്കി ഡോക്ടർ തസ്നീമാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഇരുവരുടെയും വിശേഷങ്ങൾ ചോദിച്ചറിയാം. ആദ്യം തന്നെ ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു. നജീം, ഒരു വളരെ സംഭവബഹുലമായ ഒരു വർഷമാണ് കടന്നുപോയത് 2016. തിരിഞ്ഞു നോക്കുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? സ്വയം ഒരു അവലോകനം നടത്തുമ്പോൾ എങ്ങനെയായിരുന്നു? നല്ല ഒരു വർഷമാണ് കടന്നുപോയത്. കുറെ നല്ല പാട്ടുകൾ, നല്ല സിനിമയുടെ നല്ല നല്ല ഹിറ്റ് സിനിമയുടെ കുറെ ഭാഗമാകാൻ പറ്റി. ഇതിലെ പാട്ടാണ് ഇപ്പൊ ആദ്യം നമുക്ക് പാടിത്തരുന്നത്. ഞാൻ ആദ്യം ജോമോന്റെ സുവിശേഷങ്ങളിലെ പാട്ട് പാടാം. സാറിന്റെ മൂവിയാണ്. നീലാകാശം നീരണിഞ്ഞ മിഴിയെന്നു തോന്നിയരികെ ഈറൻ മേഘം നീന്തി വന്ന കനവെന്നു തോന്നിയഴകേ കാതിലോതുവാനൊരുങ്ങിയോ ആദ്യമായൊരീരടി കേട്ടു കേട്ടു ഞാനിരുന്നു ആവിലോല പല്ലവി ഭൂമിയും മാനവും പൂക്കൊണ്ടു മൂടിയോ നീലാകാശം നീരണിഞ്ഞ മിഴിയെന്നു തോന്നിയരികെ ഈറൻ മേഘം നീന്തി വന്ന കനവെന്നു തോന്നുമരകേ. നജീം പാടി ഞാൻ ഇങ്ങനെ പയ്യെ നമ്മുടെ കിക്കിയുടെ മുഖത്തേക്ക് നോക്കിയപ്പോ എന്തൊക്കെയോ ചിന്തകളിൽ മുഴുകിയിരിക്കാൻ എന്തായിരുന്നു ആലോചിച്ചോണ്ടിരുന്നത്? ഈ പാട്ട് പാടുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നു, റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലുണ്ടായിരുന്നു. വിദ്യാസാഗറിന്റെ നമ്മള് ചെന്നൈയിൽ പോയിട്ടാണ്. അപ്പൊ അന്നേരം ഇവളും കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവിടെ നിന്ന് വെള്ളം കുടിക്കുന്നതൊക്കെ ഡയറക്റ്റ് കണ്ട ആളാണ്. വെള്ളം കൂടി ആദ്യമായി കണ്ട പാട്ടായിരുന്നു. മനസ്സിലായി. ഇത്രയും 3 ദിവസം അദ്ദേഹം ഉണ്ടായിരുന്നു അവിടെ നിന്ന്. ഞാൻ പാടി അവസാനം 3-ാം ദിവസം ഒരു ക്ഷമ കെട്ട പോലെ ആയോ? പാട്ട് പാടിച്ച് കാണിക്കാന്നൊക്കെ പറഞ്ഞോണ്ട് കൊണ്ടുപോയിട്ട്. പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. അങ്ങനെ വെച്ചാൽ വെള്ളം കുടിക്കുന്ന കാണാൻ പറ്റുമല്ലോ. കിക്കി, ഒരു പക്ഷെ എനിക്ക് തോന്നുന്നു മുമ്പ് നിങ്ങൾ പങ്കെടുത്തിട്ടുള്ള ഷോസിൽ ചോദിച്ചിട്ടുണ്ടാവും ഈ ചോദ്യം. നജീം കിക്കിക്ക് ആദ്യമായി പാടി തന്ന പാട്ട് ഏതായിരുന്നു? ആദ്യമായിട്ട് പാടിയത് ഡയമണ്ട് നെക്ലസില് തൊട്ട് തൊട്ട്. അത് എന്നെ കാണാൻ വന്ന ആ ദിവസം തന്നെ എനിക്ക് ആ പാട്ട് പാടി. പെണ്ണ് കാണാൻ പോയപ്പോഴത്തേക്കും അല്ല, എന്താ ഒരു പ്രോപ്പർ മറ്റേ ഫോമൽ പെണ്ണ് കാണലായിരുന്നു? ചായക്ക് ആയിട്ട് അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല, ജസ്റ്റ് കൊണ്ടുവന്ന് ജസ്റ്റ് കണ്ടു അങ്ങനെ. പിന്നെ ഒരു 5 മിനിറ്റ് എല്ലാവരുടെയും മുന്നിൽ തന്നെ നമുക്ക് സംസാരിക്കാനായിട്ട്. എല്ലാവരുടെയും മുമ്പിൽ ഇരുന്ന് എല്ലാവർക്കും ബാക്കി ആരും കേക്കും അങ്ങനത്തെ ചിന്തയൊന്നും ഇല്ലായിരുന്നു. പക്ഷെ അല്ല, എല്ലാരും കാണത്തേ ഉള്ളൂ. എല്ലാരും കാണും മീൻസ് കുറച്ച് അടുത്ത് ഒരേ സെയിം റൂം തന്നെ, പക്ഷേ ഒരു മൂലയ്ക്ക് ഒരു കോണിൽ. അപ്പൊ ആദ്യം ഫോണിൽ ആദ്യം പാടി തന്ന പാട്ട് ഏതാ? ഫോണില് പാടിയത് ഇത് തന്നെ അല്ല. ഫോണില് മൽഹാർ, എനിക്ക് മൽഹാറിലെ പാട്ട് ഇഷ്ടായിരുന്നു. അപ്പൊ അത് ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെട്ടായിരുന്നു. അതായിരുന്നു ആദ്യമായിട്ട്. കല്യാണം കഴിഞ്ഞിട്ട് ഈ പാട്ട് പാടലൊക്കെ തുടരുന്നുണ്ടോ? ഫുൾ ടൈം പാട്ടോട് പാട്ടാണ്, പാട്ടല്ല. മനസ്സിലായിട്ട് ഞാൻ ഇടക്കിടക്ക് കിക്കിയുടെ പാട്ട് കേട്ട് ഞെട്ടിപ്പോറുണ്ട്. അപ്പോ നമുക്ക് ഡയമണ്ട് നെക്ലസിലെ പാട്ട് തൊട്ട് 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 നോക്കാമോ ഒന്ന് തൊട്ടാവാടി നിന്നെ വിട്ട് വിട്ട് വിട്ടു പോകാതെ എന്നും ചുറ്റിടാമോ നിന്നെ பொல்லாத ஆசைய சேர்த்து போதும் நீ ஆடுற கூத்து கள்ளா நீ பேச்சய மாத்து காதல் படுவா தொட்டு 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 நோக்காமோ ഒന്ന് തൊട്ടാവാടി നിന്നെ
വിട്ട് വിട്ട് വിട്ടു പോകാതെ എന്നും ചുറ്റിയിടാമോ നിന്നെ. ഓക്കെ, ഇതാണല്ലേ ആദ്യം അദ്ദേഹത്തിന് വേണ്ടി പാടിയ പാട്ട്? അതെ അതെ, ഇതാണ് പറയാതെ. ഇതായിരുന്നു. അപ്പൊ ആ ഫസ്റ്റ് ടൈം പാടുമ്പോഴും ഇപ്പൊ പാടുമ്പോഴും ഉള്ള ആ ഒരു ഒരുപോലെ തന്നെയാണ്, ഒരു മാറ്റം ഒരുപോലെ തന്നെ നമ്മുടെ ഉള്ളിലെ ഫീലിംഗ്. നമുക്കത് അന്നും ഇന്ന് റിലാക്സ്ഡ് ആണെന്നാണോ? റിലാക്സ് ഏകദേശം ഒരു പാട്ടിന്റെ അവസാനം എത്തുമ്പോഴത്തേക്ക് നമ്മളൊരു റിലാക്സ്ഡ് ആവും. നമുക്ക് സാറിന് മുമ്പിൽ എപ്പോഴും ഒരു ടെൻഷൻ ഉണ്ടാവും. നജീം പാടിയതിൽ കിക്കിയുടെ ഫേവറേറ്റ് സോങ് ഏതാ? ഫേവറേറ്റ് ഇപ്പം തൊട്ട് തൊട്ട് ഫസ്റ്റ് അത് തന്നെയാണ്. ഫസ്റ്റ് തൊട്ട് തൊട്ട് ഇഷ്ടാണ്. പിന്നെ ഇപ്പം ഇറങ്ങാൻ പോകുന്ന ജോമോന്റെ സുവിശേഷങ്ങൾ, അതിലത്തെ പാട്ട് ഇഷ്ടാണ്. പിന്നെ എന്താണ് കൽബേ കേൾട്ടൻ, കല്യാണ സമയത്ത് ആ പാട്ട് ഇറങ്ങിയ. നജീമിനെ കൊണ്ട് ഏറ്റവും കൂടുതൽ പാടിച്ച പാട്ടും ഇത് തന്നെയാണോ? ഏത് പാട്ടാണ് ഏറ്റവും കൂടുതൽ നജീമിനെ കൊണ്ട് പാടിച്ചിരിക്കുന്നത്? അതങ്ങനെ ഞാൻ ഒരു പാട്ടായിട്ട് പഠിപ്പിക്കത്തില്ല. അങ്ങനെ അല്ല, പാട്ടിന്റെ മീൻസ് ഇപ്പൊ ചരണം, അനുപല്ലവി അങ്ങനത്തെ അല്ലേ, അത് കേൾക്കാൻ കൊറേ ഇത്തിരി ഫീല് കൂടുതലുള്ള പാട്ട്. അപ്പൊ പറയാ അതെന്തെന്ന് പാടിക്കോളാം. അപ്പൊ അങ്ങനെ ഏതാ ഒരു ഫീല് കൂടുതലുള്ള പാട്ടുകൾ? അങ്ങനെ കല്യാണം കഴിഞ്ഞ ഒരു ടൈമിൽ ഫുൾ ടൈം എന്താണ് കൽബേ ആ ഒരു എന്താണ് കൽബേ, എന്താണ് കൽബേ, നാടാകെ കേൾക്കും നാദമോടെ ദഫ് പോൽ നീ മിടിക്കുന്നതെന്താണ്, അതിശയ സ്വരമൊരു കൽബിനേകും അതിനരഞ്ഞൊടി മതി മൊഹബത്തിന്, മൊഹബത്ത് കൽവിൽ വന്നു ചേർന്നതിന് വേറൊരു തെളിവിനി എന്തിന്, എന്താണ് കൽബേ, എന്താണ് കൽബേ. നല്ലൊരു കോമ്പോസിഷൻ, ബിജേട്ടനാണ് മ്യൂസിക്, ബിജി ബാലേട്ടൻ, KL പത്തിലെ പാട്ടാണ്. അപ്പൊ നല്ലൊരു പാട്ടാണ് ആ പാട്ട്. ഇനി ഡോക്ടറുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കാം. എങ്ങനെ നിങ്ങളുടെ കല്യാണം തീരുമാനിച്ച സമയത്ത് പഠിത്തം തീർന്നിട്ടില്ലായിരുന്നു, അങ്ങനെ പഠിത്തമൊക്കെ കഴിഞ്ഞ് കല്യാണം കഴിച്ച് എങ്ങനെ പോകുന്നു ഒരു ഡോക്ടർ ജീവിതം? എങ്ങനെ പോകുന്നു? ഹൗസ് സർജൻസി കഴിഞ്ഞിട്ടില്ല? ഇല്ല കഴിഞ്ഞിട്ടില്ല. അതിപ്പം റീപോസ്റ്റിംഗ് ഇങ്ങനെ കല്യാണം കഴിഞ്ഞതിന് ശേഷം കൃത്യം പോകുന്നേ ഇല്ല. റീപോസ്റ്റിംഗ് ഇങ്ങനെ ഒക്ടോബറിൽ കഴിഞ്ഞു, പക്ഷെ ഇപ്പൊ ഇങ്ങനെ റീപോസ്റ്റിംഗ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഈ നജീം പാടിത്തരുന്ന പോലെ അങ്ങോട്ട് തിരിച്ച് മറ്റേ പല്ലിന്റെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറോ ശ്രദ്ധിക്കാറോ ഒക്കെ ഉണ്ടോ? ഇല്ല, പക്ഷെ ആള് നല്ല സപ്പോർട്ടീവ് ആണ് എല്ലാ കാര്യങ്ങൾക്കും. ഇതായിരുന്നു ഷോ തുടങ്ങുന്നതിന് മുന്നേ മാറുന്ന സംസാരിച്ചു. അല്ല, കിക്കിയുടെ കുക്കിങ്ങിനെ കുറിച്ച് നജീം പറയുന്നത് നല്ല അടിപൊളിയായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കും എന്നുള്ളത്. എന്താ അങ്ങനെ കുക്ക് ചെയ്ത് ഞാനാണ് ഇപ്പൊ ഉയർത്തോണ്ടിരിക്കുന്നത്. നജീം വൈകി തലയിണക്കെടുത്ത് ഒന്ന് മറച്ചു വെക്കാൻ വേണ്ടിട്ടാ. എല്ലാ ദിവസവും ഓരോ ദിവസവും ഓരോ എന്താണ് പാചക ബുക്ക് നോക്കിട്ട് ഓരോ ഐറ്റം പരീക്ഷണങ്ങളല്ല നമ്മളിലാണ് പരീക്ഷിക്കുന്നത്. എന്തൊക്കെയൊക്കെ ഉണ്ടാക്കുന്നതിൽ എന്തുവാ ഫേവറേറ്റ്? കുറെ സാധനങ്ങൾ ഉണ്ടാക്കും. എന്തൊക്കെയാണ് മെയിൻ ഐറ്റംസ്? കറി, മീൻ കറി. ഉണ്ടാക്കിയ ശേഷമാണോ പേരിടുന്നത്? അത് നമ്മളൊരു പേരുണ്ട് എന്തായാലും. പിന്നെ ഡൗട്ട് അഥവാ എന്തെങ്കിലും ഇപ്പൊ പൊടിയൊക്കെ അങ്ങനത്തെ എന്തെങ്കിലും നമുക്ക് ജസ്റ്റ് ഒരു ഡൗട്ട് തോന്നിയാൽ അമ്മച്ചിയെ വിളിച്ച് അങ്ങനെ ചോദിക്കാം. അല്ലെങ്കിൽ ബുക്കിലുള്ള എല്ലാം ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കാമല്ലോ. ഷവർമ ഉണ്ടാക്കി തന്നു. ഞാൻ ആദ്യമായിട്ട്, നമുക്കറിയില്ലല്ലോ. പിന്നെ ബുക്ക് ചെയ്യേണ്ടി വന്നു റൂം ഹോസ്പിറ്റലിൽ. അത് ഞാനല്ല ഷവർമ ഉണ്ടാക്കിയത്. അങ്ങനെ വെച്ചാൽ ഞാൻ എല്ലാ സാധനങ്ങളും കാണിച്ചു കൊടുത്തു. അപ്പൊ അതിൽ ആവശ്യമില്ലാത്ത സാധനങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ ഒരാളും കഴിച്ചാൽ ആ ഒരു ഭക്ഷണത്തിന് മാത്രമേ പ്രശ്നം പറ്റിയിട്ടുള്ളൂ. എന്നിട്ട് അത് മാത്രം ഓർത്തിരിക്കുന്നതാണ് വളരെ മോശം. നജീം 2016 കഴിഞ്ഞ് നമ്മൾ 2017ലേക്ക് കടന്നിരിക്കുകയാണ്. വീണ്ടും നമ്മൾ കഴിഞ്ഞ വർഷത്തിലേക്ക് പോവുകയാണെങ്കിൽ ഒപ്പം ഒരു മുறை വന്ന് പാത്തായ, കട്ടപ്പനയിലെ ഋതിക് റോഷൻ, ഇതൊക്കെയാണ് ഇതിലേക്കാണ് കുറച്ചുകൂടെ എനിക്ക് കൂടുതലും
ഒരു മുறை വന്ന് പാത്തയിലെ പാട്ട് വളരെയധികം നല്ല റീച്ച് ചെയ്തു. വിനു തോമസ് ചേട്ടന്റെ പാട്ടാണ് ദൃശ്യത്തിന് ശേഷം പിന്നെ ഡോക്ടർ ലവ് ദൃശ്യം ഇതിനൊക്കെ ശേഷം മിക്കവാറും അദ്ദേഹത്തിന് എല്ലാ പടങ്ങളിലും പാടിയിട്ടുണ്ട്. അപ്പൊ ഒരു മുறை വന്ന് പാത്തായിലെ പാട്ട് കേൾക്കാം. അരികിൽ പതിയേട നെഞ്ചിൽ ആരോ മൂളും രാഗം, മിഴികൾ മൊഴിയും മധുരം കിനിയും നീ എന്നിൽ ഈണം, മഴയേ ഇളവയിലേ എൻ കനവിൽ അവളറിയാതെ തനനന മഞ്ഞിൻ തൂവൽ വീശും മെല്ലെ ഞാൻ മെല്ലെ മെല്ലെ ആ നജീമിന്റെ ഒപ്പം ഈ പക്ഷിയും ഇങ്ങനെ ഞാൻ പാടാൻ മതി. നജീം ആദ്യമായിട്ട് സിനിമയിൽ നജീമിന്റെ പാട്ട് നമ്മൾ കേൾക്കുന്നത് ഒരു മേജർ രവി ചിത്രത്തിലൂടെയാണ്. ഇപ്പം അദ്ദേഹത്തിന്റെ ഒരു സിനിമയിൽ കൂടെ തന്നെ നജീം ഒരു സംഗീത സംവിധായകനായിട്ടും സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നു എന്ന് കേട്ടു. അത് മോഹൻലാൽ ചിത്രം. അപ്പൊ എന്താണ് ആ സിനിമ വർക്ക് ചെയ്ത വിശേഷങ്ങൾ? അപ്പൊ അത് ആദ്യം തന്നെ നന്ദി പറയുകയാണ്. ഞാൻ എങ്ങനെ നന്ദി പറയണത് അറിയില്ല മേജർ സാറിനോട്. ആദ്യം പാടിയ പാട്ടും നമ്മള് നാടിന് വേണ്ടി പാടി, പിന്നെ ഒരു പാട്ട് നമ്മളെ മനസ്സിൽ നിന്ന് വന്നൊരു പാട്ട് നമ്മുടെ അതും നമ്മുടെ ദേശത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പാട്ട്. അങ്ങനെ ഒരു സന്തോഷമാണ്. പിന്നെ രണ്ടും വളരെ കോയിൻസിഡൻസ് ആയിട്ട് സാറിന്റെ മൂവി തന്നെ അങ്ങനെ വന്നു. അത് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. പിന്നെ നന്നായിട്ട് ഞാൻ അത് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, നല്ലൊരു ഔട്ട്പുട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഹിന്ദി സോങ് ആണ്, ക്ലൈമാക്സ് സോങ് ആണ് ആ പടത്തിലെ. 3 മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ട്, അതിലൊരു പാട്ടാണ് ഞാൻ ചെയ്യുന്നത്. 3 പാട്ടാണുള്ളത് സിനിമയിൽ. ആരാ പാടുന്ന ആരാ ഈ പാട്ട്? അത് നജീം തന്നെയാണോ? അല്ലല്ല, ഞാൻ ഒരു എന്തായാലും ഒരു ബോളിവുഡിലെ ഒരു സിംഗറിനെ കൊണ്ട് നമ്മൾ ട്രൈ ചെയ്യാനുള്ള ഒരു പ്ലാനിലാണ്. ഇതുവരെ പാടിച്ചിട്ടില്ല, നമ്മളിങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ എന്നിട്ട് വന്നിട്ട് ഞാൻ അത് കറക്റ്റായിട്ട് അനൗൺസ് ചെയ്യാം. ഇനി ഫുക്രി ഇതുപോലെ നമ്മള് റിലീസ് കാത്തിരിക്കുന്ന ചിത്രമാണ്. ഫുക്രിയിലെ സോങ്ങും ഓൾറെഡി യൂട്യൂബിൽ നല്ല രീതിയിൽ ശ്രദ്ധ നേടിയിട്ടുണ്ട്. ആ പാട്ട് അപ്പൊ അതിന് സ്പെഷ്യൽ ഞാൻ നജീമിനെ കുറിച്ച് ഇങ്ങനെ നജീമിനോട് ചോദ്യങ്ങളെക്കാട്ടിലും കൂടുതൽ പാട്ടുകൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. കൊഞ്ചിവ കൺമണി നെഞ്ചിലെ പൊന്മണി, കൊഞ്ചിവ കൺമണി നെഞ്ചിലെ പൊന്മണി, താനന 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 തം നെറുകയിലിളവയിൽ തഴുകിയ താമരമലരു പോലോമനെ, തളരുമൊരിലകളിൽ ജലഗണമണികൾ പോൽ വന്നു നീ ജീവനെ, അരികിൽ നീ കൊഞ്ചും നാദമായി, മടിയിൽ നീ തങ്കത്താലമായി, തെളിയുക പ്രിയമൊരു പുനരൊളി പുഞ്ചിരിയായി, നെറുകയിലിളവയിൽ തഴുകിയ താമരമലരു പോലോമനെ, തളരുമൊരിലകളിൽ ജലഗണമണികൾ പോൽ വന്നു നീ ജീവനെ, കൊഞ്ചിവ കൺമണി നെഞ്ചിലെ പൊന്മണി, കൊഞ്ചിവ കൺമണി നെഞ്ചിലെ പൊന്മണി. കിക്കിയോടാണ് അടുത്ത ചോദ്യം. ഈ നമ്മൾ കാണുന്ന നജീം എപ്പോഴും വളരെ നമ്മൾ ടി വിയിൽ കണ്ടു തുടങ്ങിയ തന്നെ വളരെ ഹംബിൾ ആയിട്ട്, ആദ്യം കുറച്ചുകൂടെ ഷൈ ഒക്കെ ആയിരുന്നു, പക്ഷെ ഇപ്പം അതൊന്നുമല്ല. അപ്പോ അങ്ങനെ പാട്ടൊക്കെ പാടിയിരിക്കുന്ന നജീമാണ്. അപ്പൊ ഈ നജീമൻ ഇങ്ങനെ തന്നെയാണോ വീട്ടിൽ, അതോ എന്തെങ്കിലും വ്യത്യാസങ്ങളോ? വ്യത്യാസങ്ങളായിട്ടൊന്നുമില്ല, ഇങ്ങനെ തന്നെയാണ്. ഏറ്റവും ഒരു മെച്ചോർഡല്ല, കുട്ടിത്തം. പക്ഷെ അതെനിക്കൊന്ന് ഉമ്മയുടെ വേണം ചോദിക്കാൻ, 2 പിള്ളേരെയും കൂടെ എങ്ങനെയാ മാനേജ് ചെയ്യുന്നുള്ളത്. അല്ല, അപ്പൊ നജീമിന്റെ ഒരു
മാറണം എന്ന് കിക്കിക്ക് ആഗ്രഹമുള്ള ഒരു സ്വഭാവം അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? ഇല്ല, എന്നും ഈ സ്വഭാവം തന്നെ. അയ്യോ അതാണ്. അല്ല എനിക്ക് തോന്നുന്നു ഒരു 2-3 കൊല്ലം കൂടെ കഴിഞ്ഞ് നിങ്ങളെ വീണ്ടും എനിക്ക് ഇതുപോലെ കിട്ടുകയാണെങ്കിൽ ചോദിക്കുമ്പോ ചിലപ്പോ കുറച്ചുകൂടെ അപ്പോഴും ഈ സെയിം മറുപടി തന്നെ നമ്മുടെ ഇൻട്രൊഡക്ടറി ഓഫർ കാലഘട്ടമാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ എന്ത് ചെയ്യാനും കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ കരുതി. കാരണം ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ആയിരുന്നു. അല്ല കണ്ടപ്പോ തന്നെ നമുക്കൊരു കുഴപ്പമുണ്ടാവില്ല, നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരാളാണെന്ന് മനസ്സിലായത്. എങ്ങനെ ഇപ്പോഴും നജീമിന്റെ ഈ കല്യാണത്തിന് ശേഷം ഫീമെയിൽ ആരാധകരുടെ എണ്ണത്തിൽ കുറവ് വന്നിട്ടുണ്ടോ? അത് കൂടിയിട്ടേ ഉള്ളൂ? കുറവുണ്ട് കേട്ടോ, കുറവുണ്ട്. എന്നാലും തീരെ ഇല്ലാന്നില്ല. കുഴപ്പമില്ല. അല്ല അങ്ങനെ ആരാധകരുടെ കോൾസ് ഒക്കെ വരാറുണ്ടോ? കിക്കി അതൊക്കെ കാണാറുണ്ടോ? വിളിക്കാറുണ്ട്, എല്ലാരും വിളിച്ച് ഇങ്ങനെ കമന്റ്സ് വരാറുണ്ട്. നല്ല കുഴപ്പമില്ല. അതൊന്നും കുഴപ്പമില്ല. എല്ലാം മനസ്സിലാക്കി എല്ലാരെയും ഒരു കുഴപ്പമില്ല. അത് വളരെ തുടങ്ങിയപ്പോ തൊട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എനിക്ക് മാത്രം എന്നെ പുകഴ്ത്താൻ ഇവിടെ ആരുമില്ലല്ലോ. നജീബിന്റെ പാട്ടുകളെല്ലാം തന്നെ നല്ല റൊമാൻറ്റിക്, നല്ല മെലഡികളാണ് പാടിയിട്ടുള്ളത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ച് ഒരു ഇച്ചിരി കൂടെ എനർജി ഉള്ള ഒരു സോങ് ആയിരുന്നു ഇന്ത്യൻ പ്രണയകഥയിലേത്. അപ്പൊ ആ പാട്ടൊന്ന് പ്രേക്ഷകർക്കായി പാടാം. ഓമനക്കോമളത്താമരപ്പൂവേരാവുമാഞ്ഞില്ലേ, ഇനിയും നേരമായില്ലേ, വിരിയാൻ താമസമെന്തേ, ദാഹിച്ചു മോഹിച്ചു തേനുണ്ണുവാ ഞാൻ ഓടി വന്നില്ലേ, മിഴികൾ നീ തുറന്നാട്ടെ, മധുരത്തേൻ പകർന്നാട്ടെ, പാദസരത്താളം കേൾക്കെ കാതിനിന്നോണമായി, വാർമുടിയിലേതോ പൂവായി പാതയിൽ വീണുപോയി, പറയാനെന്തോ വീണ്ടും ചുണ്ടിൽ തങ്ങി മിണ്ടാൻ വയ്യ, ഓമനപ്പൂവേ ഓമനക്കോമളത്താമരപ്പൂവേ രാവുമാഞ്ഞില്ലേ, ഇനിയും നേരമായില്ലേ, വിരിയാൻ താമസമെന്തേ. കിക്കി ഇപ്പൊ കല്യാണം കഴിഞ്ഞപ്പോ 1 വർഷവും ഒരു 3 മാസവും ഒക്കെ കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ്. എന്താണ് ഒരു ഇതുവരെയുള്ള ഒരു സമയത്തെ ഒരു ഏറ്റവും ഒരു സ്വീറ്റസ്റ്റ് മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ രണ്ടുപേരുടെയും കൂടെ? യുകെയിൽ പോയിരുന്നപ്പോ അങ്ങനെ വെച്ചാ ഞാൻ പാട്ട് പാടാൻ അത് പറഞ്ഞോട്ടെ, ഡിസ്കസ് ചെയ്തിട്ട് പറയാൻ സമ്മതിക്കില്ല. അല്ല പെട്ടെന്ന് അങ്ങനെ വെച്ചാ എനിക്ക് പാട്ട് പാടാനൊന്നും പറ്റത്തില്ല. മീൻസ് എന്റെ പാട്ട് വോയിസ് അത്ര ഇതല്ല. പക്ഷെ അവിടെ വെച്ചിട്ട് ഞാൻ ആദ്യമായിട്ട് ജസ്റ്റ് എനിക്ക് പാടാൻ പറ്റി. അപ്പൊ എനിക്ക് അങ്ങനെ വെച്ചാ ആരും പറഞ്ഞിട്ടില്ല എന്റെ പാട്ട് അങ്ങനെ വെച്ചാൽ നല്ലതാണെന്നുള്ള കാര്യം. അപ്പം ഫസ്റ്റ് ആയിട്ട് ഞാൻ അവിടുന്ന് കേൾക്കുന്നത്. അങ്ങനെ വെച്ചാൽ ഞങ്ങൾ ഇങ്ങനെ നടക്കാൻ പോയിരുന്നു കാലത്ത്. അപ്പം നടക്കുന്ന ടൈമില് അവിടുത്തെ മറ്റേ പ്രകൃതി രമണീയമായ കാഴ്ചകൾ കണ്ടവളങ്ങ് പാടി. ഏത് പാട്ടായിരുന്നു പാടിയത്? അത് ചിന്ന ചിന്ന ആസെ. നമുക്ക് ആ പാട്ട് ഇപ്പൊ ആ പാട്ട് പാടിക്കോളൂ. കിക്കിയുടെ പാട്ട് ഒറ്റയ്ക്ക് പാടത്തില്ല, ഞാൻ കൂടെ പാടും. പിന്നല്ല ഒരു ഇപ്പോഴത്തെ ഒരു അറിയപ്പെടുന്ന സിംഗറിന്റെ ഡ്യുവറ്റ് ഉണ്ടെങ്കിലേ പാടുള്ളൂ കിക്കി. ചിന്ന ചിന്ന ആസെ சிறகடிக்கும் ஆசை, முத்து முத்து ஆசை, முடிந்து விட்ட ஆசை, வெண்ணிலவு தொட்டு முத்தமிட ஆசை, என்னை இந்த பூமி சுத்தி வரும் ஆசை. അവസാനത്തെ എക്സ്പ്രഷൻ കൊള്ളായിരുന്നു. നജീമിനെ കൊണ്ട് ഞാൻ അടുത്ത പാട്ട് ചോദിക്കാം. വിക്രമാദിത്യന്റെ സോങ്. മഴനില കുളിരുമായി വേനൽ തൂവൽ വീശും, മൊഴിയിലും മധുരമായി മൗനം കഥ പറയും, പൂങ്കാറ്റ് വഴിയെ വരാതെ കാറ്റിൻ ഏതോ സുഖമീ നെഞ്ചിൽ നിറയും, മഴനില കുളിരുമായി. ലിറിക്ക് തെറ്റിപ്പോയി, പാടി വന്നപ്പം ബ്ലൈൻഡ് ആയി പോയി. പക്ഷെ പാട്ടിന്റെ ഫീൽ എന്തായാലും നഷ്ടപ്പെട്ടിട്ടില്ല. നജീം, നമ്മൾ നജീം വർക്ക് ചെയ്തിട്ടുള്ള ഡയറക്ടേഴ്സിനെ കുറിച്ചും മ്യൂസിക് ഡയറക്ടേഴ്സിനെ കുറിച്ചും ഒക്കെ സംസാരിച്ചു. എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തനായിട്ടുള്ള ഒരു വ്യക്തിയാണ് നാദിർഷ. ഇത്രയും കാലം അദ്ദേഹത്തിന്റെ ഈ പലതരം കഴിവുകൾ നമ്മൾ അറിയാതെ പോയി. അപ്പോൾ അദ്ദേഹമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഒരു മ്യൂസിക് ഡയറക്ടർ എന്നുള്ള നിലയിലും ഒരു സംവിധായകൻ എന്നുള്ള നിലയിലും നാദിർഷ അദ്ദേഹമായിട്ടുള്ള എക്സ്പീരിയൻസ് എന്തായിരുന്നു? ശരിക്കും അല്ലെ ഒരു അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് അദ്ദേഹത്തിന്റെ കാര്യം. നമുക്ക് ഞാനായിട്ട് പറയേണ്ട ആവശ്യമില്ല. 2 സിനിമകളും സൂപ്പർ ഹിറ്റാണ്.
അമർ അക്ബർ ആന്റണി, അതുപോലെ തന്നെ കട്ടപ്പനയിലെ കട്ടപ്പനയിലെ. അപ്പൊ ഈ ഒരു സൂപ്പർ ഹിറ്റ് സിനിമയുടെ ഭാഗമാകാൻ പറ്റി എനിക്ക്. അതിന്റെ മ്യൂസിക്കിന്റെ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ നമുക്ക് സാധാരണക്കാർക്ക് എന്താണോ വേണ്ടത് അതാണ് അദ്ദേഹം തരുന്നത്. ആദ്യത്തെ പടത്തിലായാലും ഇപ്പൊ ഏത് ഷോയ്ക്ക് പോയാലും അതിലെ പാട്ടുകളാണ്. ഇപ്പൊ അമർ അക്ബറിന് അതിലെ പാട്ടുകളായിരിക്കും കണ്ടിന്യൂസ്ലി ആ ഒരു സീസണിൽ പാടിക്കൊണ്ടിരുന്നത്. ഇപ്പൊ ഇന്നിപ്പോ ഈ ഒരു പടത്തിലെ പാട്ടും പാടാനായിട്ട് ഗാനമേളക്കൊക്കെ പറ്റിയൊരു പാട്ടുകളൊക്കെ അദ്ദേഹത്തിന് ആ ഒരു ടേസ്റ്റ് അറിയാം ജനങ്ങളുടെ. എങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ പാട്ടിന് സ്യൂട്ടബിൾ എന്നുള്ളത് അദ്ദേഹത്തിന് അറിയാം. തീർച്ചയായും. അപ്പൊ ആ പാട്ടും കൂടി നമുക്കത് ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് പാട്ട് കേൾക്കാതെ പോകാൻ പറ്റില്ല. അഴകേ അഴകേ നനു നനവേഴും മഴയേ ഇനി എൻ മിഴികൾ ഒരു നിഴലായി നിൻ വഴിയേ. അഴകേ അഴകേ ഒരു മഴവില്ലിൻ കതിരേ കനവിൻ പുഴയിൽ ഒഴുകുകയാണൻ മനമേ. അഴകേ തീർച്ചയായും ഒരുപാട് സന്തോഷം. എന്റെ മാത്രമല്ല കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകരുടെയും ഈ ഒരു പുതുവർഷം സംഗീത സാന്ദ്രമാക്കിയതിന്. അവസാനിപ്പിക്കുന്നതിന് മുമ്പ് എനിക്കൊരു ചോദ്യം കൂടെ ചോദിക്കാണ്ട്. ഇവിടെ വന്നപ്പം ഷെൽഫിൽ നിറയെ നജീമിന് കിട്ടിയിട്ടുള്ള മെമെന്റോസും അവാർഡുകളും എല്ലാം കണ്ടു. അതുപോലെ ഒരു മൃദംഗം ഇരിക്കുന്നത് കണ്ടു, കീബോർഡ് ഇരിക്കുന്നത് കണ്ടു, അങ്ങനെ കണ്ടു. മുകളിലൊരു ഗിറ്റാറൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന്റെ ഒക്കെ ഒപ്പം കണ്ടത് ഇവിടെ അവിടെ ഇവിടെയായിട്ട് ടെഡ്ഡി ബിയർ ഒക്കെ ഇരിക്കുന്നതാണ്. ഇതൊക്കെ ആരുടെയാണെന്നുള്ളതാണ്. ആദ്യം പറഞ്ഞ സംഭവമൊക്കെ ഞാനാണ്. ഈ ടെഡ്ഡി ബിയർ എന്ന് പറഞ്ഞപ്പോ ആളെ മനസ്സിലായി. അല്ല, കിക്കിയുടെ ആണോ? ഇവിടെ മുറികളിലൊക്കെ ടെഡ്ഡി ബിയറിന്റെ സാന്നിധ്യം ഉണ്ട്. അത് നല്ല വലിയ ടെഡ്ഡി ബിയറിന്റെ. അല്ല, കിക്കിയുടെ ആണോ ഇതെല്ലാം? ഇപ്പൊ മനസ്സിലായി നേരത്തെ മെച്ചൂരിറ്റി ആരുടെയാണോ എന്നുള്ളത്. എല്ലാ റൂമിലും ഉണ്ട് ഓരോന്ന്. അത് വീട്ടിൽ പോയി കഴിഞ്ഞാല് ഫുൾ ഒരു രക്ഷയില്ല, ഒരു കട തുടങ്ങാം. തീർച്ചയായും. അപ്പൊ എന്തായാലും ടെഡ്ഡി ബിയറിനെ ഇഷ്ടപ്പെടുന്ന കിക്കിക്കും കിക്കി ഇഷ്ടപ്പെടുന്ന പാട്ടിനെ ഇഷ്ടപ്പെടുന്ന നജീമിനും ഒരു നല്ല വർഷമാവട്ടെ. 2017 ഒരുപാട് നല്ല ഓർമ്മകൾ ഉണ്ടാവട്ടെ എന്നൊക്കെ ആശംസിക്കുന്നു. വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. അപ്പൊ ഈ ഒരു സന്തോഷം പങ്കിടാനായി ഒരു കേക്ക് കട്ട് ചെയ്ത് ഈ ന്യൂ ഇയർ നമ്മൾ ആഘോഷിക്കുകയാണ്. മാ ഒരു കേൾക്കുന്നില്ല, കേക്കിട്ട് വരുന്നില്ല. താങ്ക് യു ആന്റി. ഞങ്ങൾക്ക് വേണ്ടി ഇത്ര സ്പെഷ്യൽ ആയിട്ട് നല്ല അടിപൊളി റെഡ് വെൽവെറ്റ് കേക്ക് ഒക്കെയാണ്. ഒരുപാട് നന്ദി. ഇത് ശരിക്കും ഒരു സർപ്രൈസ് ആയിരുന്നു. എന്താണ് ഞങ്ങളുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? കൈരളി ടിവിയുടെ ഈ ന്യൂ ഇയർ പ്രോഗ്രാമിൽ ഞങ്ങൾക്ക് ഒരു ഭാഗമാവാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. എല്ലാവർക്കും ഞങ്ങളുടെ വക പുതുവത്സരാശംസ. തീർച്ചയായും താങ്ക് യു സോ മച്ച്. നജീം ഒരു പാട്ടും കൂടെ പാടി നമുക്ക് കേക്ക് കൊണ്ടേ കുടിക്കുന്ന. ചാരത്ത് തെങ്ങോലത്തുമ്പത്ത് ചങ്ങാത്തം കൂടാനായി വന്ന പൂമ്പാറ്റയെ നെന്നാരം പൊത്തുമ്പോൾ നെഞ്ചോരം നാണത്തിൽ ചന്തുടച്ചേർ. ഹാപ്പി ന്യൂ ഇയർ.